ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജി സെറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഷോർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഹൗ ടു ക്രിയേറ്റ് എ ഹാപ്പിയർ ലൈഫ്, സന്തോഷകരമായ ജീവിതം നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാം. ഹാപ്പിനെസ് ഈസ് നോട്ട് സംതിങ് യു ഫൈൻഡ് ഇറ്റ്സ് സംതിങ് യു ക്രിയേറ്റ്. അങ്ങനെയാണല്ലേ പറയുന്നത്. നമ്മളെല്ലാവരും സന്തോഷം തേടിയാണ് ജീവിക്കുന്നത്, അല്ലേ? അതായത് കൂടുതൽ പണം, നല്ല വീട്, നല്ല ജോലി, സ്വന്തമായിട്ട് കാറ്, വിദേശ യാത്രകള്, ഇവയെല്ലാം കിട്ടിയാല് ജീവിതം സന്തോഷകരമാകും എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ അങ്ങനെയാണോ? ലോകത്ത് ഇതെല്ലാം ഉണ്ടായിട്ടും സന്തോഷമില്ലാതെ സന്തോഷം തേടി നടക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഒരു ചോദ്യം അവിടെ വരും, യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു മനോഹരമായ ഒരു കഥയും സന്തോഷകരമായ ജീവിതം സൃഷ്ടിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ലളിതമായ കുറച്ച് കാര്യങ്ങളുമാണ്. കാര്യങ്ങൾ മാത്രമല്ല, സത്യവും കൂടിയാണത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു ഗ്രാമത്തില് 2 അയൽവാസികൾ ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് സുമേഷ്, മറ്റേയാളുടെ പേര് രാജേഷ്. ഇവർ രണ്ടുപേരും അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത്. രമേശിനാകട്ടെ വലിയ വീടുണ്ട്, സ്വന്തം കാറുണ്ട്, നല്ല ശമ്പളമുണ്ട്. പക്ഷേ അവൻ ഒരിക്കലും സന്തോഷവാനായിരുന്നില്ല. അയൽവാസിയുടെ പുതിയ കാറ് കണ്ടാല് വിഷമം, സുഹൃത്തിന് പ്രൊമോഷൻ കിട്ടിയാല് ഭയങ്കരമായ അസൂയ, സോഷ്യൽ മീഡിയ തുറന്നാല് ഭയങ്കര നിരാശ. അവൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, എനിക്ക് ഇത്രയൊന്നും പോരാ, ഇതിലൊന്നും എനിക്ക് സന്തോഷിക്കാനായിട്ട് കഴിയില്ല. അതേസമയം സുരേഷിന് ചെറിയൊരു വീട്, പഴയ ഒരു കാറ്, ഒരു സാധാരണ ജോലി. പക്ഷേ എപ്പോ നോക്കിയാലും ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖം, എപ്പോഴും സന്തോഷം, സമാധാനം. രാവിലെ എഴുന്നേറ്റ് ഭാര്യയോടൊപ്പം ഇരുന്ന് ചായ കുടിക്കും, മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കും, വൈകുന്നേരം നടക്കാനായിട്ട് പോകും, ആരുടെയെങ്കിലും വിജയം കണ്ടാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനെ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മുടെ സുരേഷിന്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ട് ഒരു ദിവസം രമേശ് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ ഇത്ര സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നു? സുരേഷ് ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു, എന്താണെന്നറിയോ, ഞാൻ ഇല്ലാത്തതിനെ നോക്കി ജീവിക്കുന്നില്ല. എനിക്ക് ഇപ്പോൾ ഉള്ളതിന് ഞാൻ നന്ദിയോടെ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ ജീവിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒന്നല്ല, ഓരോ ദിവസവും നമ്മൾ തീരുമാനിക്കുന്ന ഒന്നാണ് സന്തോഷം എന്ന് പറയുന്നത്. ആ ഒരു വാചകം രമേശിന്റെ ജീവിതം തന്നെ മാറ്റി. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? പ്രിയപ്പെട്ടവരെ, സന്തോഷം എന്ന് പറയുന്നത് പുറത്തല്ല, അത് ഉള്ളിലാണുള്ളത്. അത് നമ്മൾ പുറത്തേക്ക് നമ്മൾ തന്നെ കൊണ്ടുവരണം എന്ന് നമ്മൾ തീരുമാനിക്കണം, അല്ലേ? പണം നമ്മുടെ ജീവിതം എളുപ്പമാക്കും, പക്ഷേ നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്നത് നമ്മുടെ ചിന്തകളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. നമ്മുടെ സമാധാനം തകർക്കുന്ന ഒരു ശത്രുവാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്, കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് നിങ്ങൾ വല്ലാതെ നിരാശപ്പെടാറുണ്ടോ? ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ് മാത്രമേ കാണിക്കുള്ളൂ. ഒരിക്കലും റിയാലിറ്റി ആയിരിക്കില്ല അത്. മിക്കപ്പോഴും അത് റിയാലിറ്റി ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നിർത്തുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നന്ദി പറയാൻ വേണ്ടി നമ്മൾ ശീലിക്കുക. രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെയാണ് അനുഗ്രഹമായിട്ട് ലഭിച്ചിരിക്കുന്നത്? രാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമാണല്ലേ? നമ്മുടെ നല്ല കുടുംബം, ആരോഗ്യം, ജോലി, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കള്, എന്തിന് നമ്മൾ ശ്വസിക്കുന്ന ജീവവായു പോലും നമുക്കൊരു അനുഗ്രഹമാണ്, അല്ലേ? അപ്പോൾ ആ ഓരോ അനുഗ്രഹത്തിനും നമ്മൾ നന്ദി പറയാനായിട്ട് തുടങ്ങുക, നന്ദി പറഞ്ഞ് നമ്മൾ ശീലിക്കുക.
ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സന്തോഷം, ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. ചെറിയ 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 കാര്യങ്ങളിൽ പോലും സന്തോഷം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ ചിരി, അമ്മയുടെ ശബ്ദം, അല്ലെങ്കിൽ ഒരു നല്ല മഴ, ഒരു കപ്പ് ചായ, സൂര്യോദയം, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് അല്ലെ. ഇവയൊക്കെ നിങ്ങൾ ആസ്വദിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ജീവിതം തന്നെ മാറും, ഒരു സംശയമില്ല. നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. എപ്പോഴും നല്ല ചിരിച്ച മുഖത്തോടെ, നല്ല സന്തോഷമായിട്ട്, അത് ഉള്ളിൽ നിന്ന് വരണം അത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സന്തോഷം വരുത്താനായിട്ട്, നമ്മുടെ ലൈഫ് സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ക്ഷമിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കാതെ നമ്മളത് ഉള്ളിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അത് അവർക്കല്ല പ്രശ്നം, നമ്മൾ നമ്മളെ തന്നെ വേദനിപ്പിക്കുകയാണ് അല്ലെ. ഈ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്, ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, അത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനമൊന്നുമല്ല, നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണിത്. സ്വന്തം മനസ്സിനുള്ള സ്വാതന്ത്ര്യമാണ്. അടുത്ത ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ഉറക്കം, ക്വാളിറ്റി സ്ലീപ്പ്. അതായത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്നേഹിക്കുക, നമ്മൾ നമ്മളെ സ്നേഹിക്കുക. എങ്ങനെയാ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത്? നല്ല ഉറക്കം, നല്ല ഭക്ഷണം, നല്ല വ്യായാമം, പ്രാർത്ഥന, മെഡിറ്റേഷൻ, ഇവയെല്ലാം നമ്മൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹമാണ്. ഈ കാര്യങ്ങളെല്ലാം സന്തോഷത്തിനുള്ള മരുന്നുകളുമാണ്. മനസ്സിലായോ? അടുത്ത ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഒരാളെ ചിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു 100 ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വരും ആ ഒരു സന്തോഷം. ഗിവിങ് ഓൾവേസ് മേക്ക് ദ ഗിവറർ ഹാപ്പിയർ. കേട്ടിട്ടുണ്ടോ? ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക, ഇന്നിന് വേണ്ടിയിട്ട് ജീവിക്കുക. മനസ്സിലായോ? ഇന്നലെ ഒരിക്കലും മാറാൻ പോകുന്നില്ല അല്ലെ. നാളെ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലല്ല, പക്ഷേ നമ്മുടെ കൺട്രോളിലുള്ള ഒന്നുണ്ട്. എന്താണ്? ഇന്ന് എന്ന് പറയുന്നത്. അപ്പോ ഇന്നിൽ നമ്മൾ ജീവിക്കുവാൻ, പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ ഓർക്കുക, എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക, സന്തോഷം എന്ന് പറയുന്നത് പ്രശ്നമില്ലാത്തൊരു ജീവിതമാണ് സന്തോഷം എന്ന് നിങ്ങൾ കരുതരുത്. പ്രശ്നങ്ങൾക്കിടയിലും സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. സന്തോഷം ഒരു ലക്ഷ്യമല്ല, അതൊരു ജീവിത ശൈലിയാണ്. നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളാണ്. ആ ചെറിയ തീരുമാനങ്ങളാണ് നിങ്ങളുടെ വലിയ സന്തോഷത്തെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇന്നു മുതൽ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ മാറ്റം വരുത്താൻ പോകുന്ന ഒരു ശീലം എന്താണ്? നിങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റേണ്ടുന്ന അല്ലെങ്കിൽ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശീലം ഏതാണ് എന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ആ ഒരു മറുപടി ചിലപ്പോൾ മറ്റൊരാളിനൊരു ഇൻസ്പിറേഷൻ ആകാം, ഒരു പ്രചോദനമാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ അല്ലേ. ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് റൈസ് വിത്ത് ഷജീസ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഓർക്കേണ്ടുന്ന ഒരു കാര്യം, സന്തോഷം കാത്തിരിക്കേണ്ട ഒന്നല്ല, നമ്മൾ ഓരോ ദിവസവും സൃഷ്ടിക്കേണ്ടുന്ന ഒന്നാണ് എന്നുള്ള സത്യം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Thank you once again. See you tomorrow with another wonderful video. Thank you.